നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. ഞാനും നിങ്ങളും ഒക്കെ മരിക്കും. നമ്മൾ നേടിയ ഡിഗ്രികളോ അല്ലെങ്കിൽ സമ്പാദിച്ച പൈസയോ അല്ലെങ്കിൽ കൂടെ ഉണ്ടാകുന്ന ഭാര്യയോ മക്കളെ ആരെയും കൊണ്ടുപോകാതെ നമുക്ക് പോകേണ്ടിയും വരും. പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടത് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം, നമ്മളുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി. ഇപ്പം നിങ്ങൾക്ക് ശമ്പളം കിട്ടിയെന്ന് വിചാരിക്കുക. ശമ്പളം കിട്ടുമ്പോൾ ആദ്യമേ ലോണിൻ്റെ EMI അടയ്ക്കുന്നതും അല്ലെങ്കിൽ പലചരക്കടയിൽ പൈസ കൊടുക്കുന്നതും ഭർത്താവിനോ ഭാര്യയ്ക്കോ തുണി എടുക്കുന്നതും മക്കളുടെ ഫീസോ ഒന്നുമല്ല ആദ്യം ആലോചിക്കേണ്ടത്. ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എന്ത് വേണം എന്ന് ആലോചിക്കുക. എന്നിട്ട് ഒരു ചെറിയ പോർഷൻ, ഒരു ചെറിയ ഭാഗമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. അതെല്ലാത്തിലും വേണം. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് മാറ്റി വെക്കണം, നിങ്ങളുടെ സമ്പാദ്യം കുറച്ച് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം, നിങ്ങളുടെ ആരോഗ്യം നോക്കണം, നിങ്ങളുടെ ഭക്ഷണം നോക്കണം. ഇതെല്ലാം വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഒന്ന് സ്നേഹിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓടി 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 അവസാനം ഓടാതെ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം എത്തുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആവും. ഈ റിഗ്രറ്റ് വന്നു കഴിഞ്ഞാൽ അവസാനം അന്ന് വരെ നമ്മൾ സ്നേഹിച്ച എല്ലാവരെയും നമ്മൾ വെറുക്കാൻ തുടങ്ങും. അതാണ് ലൈഫിലെ ഏറ്റവും വലിയ ഫെയിലിയർ. സോ അതുകൊണ്ട് എപ്പോഴും സ്വയം സ്നേഹിക്കാൻ ശ്രമിക്കുക, സെൽഫ് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരെയും സ്നേഹിക്കുക. അതാണ് ജീവിതത്തിൻ്റെ പർപ്പസായിട്ട് എനിക്ക് തോന്നുന്നത്.